ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ ജൂൺ 19-ാം തീയതി അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിനെ ആശ്രയിച്ചായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം. പെൻഷൻ തുകയിൽ എന്തെങ്കിലും വർധനവുണ്ടാകുമോ, അത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്നതിലൊക്കെ തന്നെ ബജറ്റിൽ ഒരു തീരുമാനം ഉണ്ടാകും. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വർദ്ധിപ്പിച്ച തുകയായിരിക്കും നമുക്ക് ഈ ജൂൺ മാസം ലഭിക്കുക. അല്ലാത്ത പക്ഷം സാധാരണ ലഭിക്കാറുള്ള 2000 രൂപ തന്നെയായിരിക്കും നമുക്ക് ഈ മാസം ലഭ്യമാകുക. സാധാരണയായിട്ട് മാസം 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത്. ജൂൺ 19-ാം തീയതിയിലെ ബജറ്റിലേക്ക് സംസ്ഥാനം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ ഫണ്ട് അനുവദിക്കൽ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉണ്ടായേക്കും. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതികൾ തുടങ്ങിയ ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഇതിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ഇനം ഗ്യാരണ്ടികളിൽ ഏത് രീതിയിൽ അത് നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനങ്ങൾ ജൂൺ 19-ലെ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി കേരളത്തിലെ വനിതാ ക്ഷേമ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ ഭാഗത്തിനും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഔദ്യോഗികമായി നടപ്പിലാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായി സർക്കാർ അറിയിച്ചിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു സാധാരണ ധനസഹായ പദ്ധതി മാത്രമല്ല, തൊഴിലില്ലാത്തതോ സ്ഥിര വരുമാനമില്ലാത്തതോ ആയ സ്ത്രീകൾക്ക് അടിസ്ഥാന സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മഞ്ഞ റേഷൻ കാർഡും പിങ്ക് റേഷൻ കാർഡുമുള്ള അർഹരായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തവർക്ക് സാധാരണ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഇപ്പോൾ സർക്കാർ ക്ഷേമ പദ്ധതികളെ കൂടുതൽ തൊഴിലധിഷ്ഠിതമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പോലുള്ള നൈപുണ്യ വികസന പദ്ധതികൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ തൊഴിൽ പരിശീലനം നേടുന്ന യുവാക്കൾക്കും യുവതികൾക്കും പരിശീലന കാലയളവിൽ പ്രതിമാസ ധനസഹായം നൽകുകയാണ് ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കി തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും തമ്മിൽ ഒരു പ്രധാന ബന്ധമുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമ്പത്തിക സുരക്ഷ നൽകുമ്പോൾ കണക്റ്റീവ് വർക്ക് പദ്ധതി തൊഴിൽ സാധ്യത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ന് 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു സ്ത്രീയുടെ കുടുംബത്തിലെ മകൾ നൈപുണ്യ പരിശീലനം നേടി തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നില മെച്ചപ്പെടും. കേരളത്തിലെ വനിതാ ശാക്തീകരണ നയത്തിന്റെ അടുത്ത ഘട്ടമായി ഈ 2 പദ്ധതികളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒരു വശത്ത് കുടുംബത്തിന് പ്രതിമാസ സുരക്ഷിത വരുമാനം ലഭിക്കുകയും മറുവശത്ത് യുവതലമുറയ്ക്ക് തൊഴിൽ പരിശീലനവും സ്കോളർഷിപ്പും ലഭിക്കുകയും ചെയ്യുമ്പോൾ ദാരിദ്ര്യ ചക്രം തകർക്കാൻ കൂടുതൽ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നൊരു ക്ഷേമ പദ്ധതി ആയിരിക്കുമ്പോൾ കണക്റ്റീവ് സ്കോളർഷിപ്പ് ഭാവിയിലെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന വികസന പദ്ധതിയായി മാറുകയാണ്. സാമ്പത്തിക സുരക്ഷയും തൊഴിൽ സൃഷ്ടിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള മോഡലിന്റെ പുതിയ ഉദാഹരണമായാണ് ഈ 2 പദ്ധതികളെയും വിലയിരുത്തുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശൻ സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് UDF ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച 5 പ്രധാന വാഗ്ദാനങ്ങളാണ് കേരളത്തെ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചതോടെ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുക, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിത ജീവിതം നൽകുക, ആരോഗ്യമേഖലയിലെ സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരളം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ജനക്ഷേമത്തിന് മുൻഗണന നൽകുമെന്ന നിലപാടാണ് പുതിയ സർക്കാർ സ്വീകരിക്കുന്നത്. ആദ്യമായി പരിശോധിക്കേണ്ടത് സ്ത്രീകൾക്കായുള്ള സൗജന്യ KSRTC യാത്രാ പദ്ധതിയാണ്. കർണാടകയിലെ ശക്തി പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലും സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നതാണ് പ്രഖ്യാപനം. ഇത് കുടുംബങ്ങളുടെ പ്രതിമാസ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു.
അധികാരത്തിലെത്തിയ ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതിക്ക് തത്വത്തിൽ അധികാരം നൽകിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. രണ്ടാമത്തെ പ്രധാന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയാണ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 ധനസഹായം നൽകുക എന്നത്. ഉയർന്ന വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് സഹായമാകാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പഠന ചെലവുകൾ, യാത്രാ ചെലവുകൾ, പഠനോപകരണങ്ങൾ വാങ്ങാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഈ തുക ഉപയോഗിക്കാനാകും. കേരളത്തിൽ നിരവധി വിദ്യാർത്ഥിനികൾ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥിനികൾക്ക് ഈ പദ്ധതി വലിയ പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കുടുംബങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതെ പെൺമക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഇതിലൂടെ മെച്ചപ്പെടും. മൂന്നാമത്തെ വലിയ വാഗ്ദാനമാണ് ക്ഷേമ പെൻഷൻ 3000 വർദ്ധിപ്പിക്കുക എന്നത്. നിലവിലെ പെൻഷൻ തുകയേക്കാൾ ഗണ്യമായ വർധനവാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ നൽകുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. കേരളത്തിലെ നിരവധി കുടുംബങ്ങളിൽ പെൻഷൻ തുകയാണ് പ്രധാന വരുമാന മാർഗം. മരുന്ന് വാങ്ങാനും ദൈനംദിന ചെലവുകൾ നിറവേറ്റുവാനുമുള്ള പ്രധാന ആശ്രയമാണ് ക്ഷേമ പെൻഷൻ. അതിനാൽ പെൻഷൻ വർധനവ് നടപ്പിലാക്കുമോ, എപ്പോ നടപ്പിലാകും, സാമ്പത്തിക സ്രോതസ് എങ്ങനെ കണ്ടെത്തും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. നാലാമത്തെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പ്രഖ്യാപിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാമെന്നാണ് പ്രഖ്യാപനം. ഗുരുതര രോഗങ്ങൾക്ക് വലിയ ചികിത്സാ ചെലവുകൾക്കും സാമ്പത്തിക സുരക്ഷ നൽകുകയാണ് ലക്ഷ്യം. സ്വകാര്യ ആശുപത്രികളിലെ ഉയർന്ന ചികിത്സാ ചെലവുകൾ കാരണം കടബാധ്യതയിൽ അകപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. അഞ്ചാമത്തെ പ്രധാന പദ്ധതി യുവാക്കൾക്കായി 5 ലക്ഷം വരെ പലിശരഹിത വായ്പ നൽകുക എന്നതാണ്. കേരളത്തിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് പ്രഖ്യാപിച്ചത്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ബാങ്ക് വായ്പയുടെ പലിശ ഭാരമില്ലാതെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതാണ് ലക്ഷ്യം. ഇതോടൊപ്പം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ക്ഷേമ വകുപ്പ് രൂപീകരിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പരിരക്ഷ, സാമൂഹിക സുരക്ഷ, പുനരധിവാസം, ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന വയോജനങ്ങൾക്ക് പിന്തുണ എന്നിവയാണ് ഈ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.